റജബി ഖദീജത്തുങ്ങൾ കനവാലേറി വന്നേ റഹ്മത്തൊളിവായിലെങ്കും അരുണനെ പുണർന്നേ റജബി ഖദീജത്തുങ്ങൾ കനവാലേറി. ഹലോ, അസ്സലാമു അലൈക്കും. ഇവിടെ ഉണ്ടല്ലോ ഇപ്പം ഭയങ്കര തണുപ്പ് ക്ലൈമറ്റാണ് കേട്ടോ. അപ്പം ഈ തണുപ്പ് കാലത്തിൽ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം രാവിലെ എഴുന്നേറ്റ പാടന്നെ ഞാനിപ്പം ഇതേപോലെ ഫുള്ള് ബാൽക്കണിയൊക്കെ ഇതേപോലെ തുറന്നിടും കേട്ടോ ഞാൻ. കാരണം ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കിട്ടും കേട്ടോ ഉള്ളിൽ. അപ്പം നല്ല ഒരു നാച്ചുറലായിട്ടുള്ളൊരു തണുപ്പൻ്റെ കിട്ടും. പിന്നെ AC ഇടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. തണുപ്പ് വന്നാൽ ഇവിടെ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഇതേപോലെ ഞാൻ ബാൽക്കണിയെല്ലാം ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രാവുകളെയും അതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാവുകളെ ഇങ്ങനെ നോക്കിയിരിക്കാൻ. പിന്നെ ഇതേപോലെ എല്ലാം റൂമിലെയും ഇതേപോലെ ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ടിടും കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല തണുപ്പ് കാറ്റ് വരും. അപ്പം അതൊരു നല്ലൊരു രസമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിങ്ങനെ ഈ തണുപ്പ് ടൈമിൽ മാത്രം കേട്ടോ, ചൂട് ടൈമിൽ ഇവിടെ ഇങ്ങനെ തുറന്നിടാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് തണുപ്പ് ടൈമായതുകൊണ്ട് ഇങ്ങനെ തുറന്നിടും. നമ്മൾ മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള റൂമിൻ്റെ എല്ലാ ബിൽഡിങ്ങിലെ ഓരും ഇതേപോലെ തുറന്നിട്ടിട്ടുണ്ടാവും കേട്ടോ ബാൽക്കണിയൊക്കെ. അപ്പം നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല പുറത്തുള്ള ആ ഒരു സൗണ്ടൊക്കെ കേൾക്കും. സാധാരണ ബാൽക്കണിയെല്ലാം അടച്ചിട്ടാലൊന്നും സൗണ്ടൊന്നും കേൾക്കില്ല. ഇത് നല്ല സൗണ്ടും എല്ലാം കേൾക്കും കേട്ടോ. നല്ലൊരു ഉണർവാണ്. ഇനിയിപ്പോൾ രാവിലെ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. കിച്ചണ് ഞാൻ ഇതേപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നല്ലോണം ക്ലീനാക്കി വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ലൊരു മൈൻഡിൽ വരാൻ പറ്റും കേട്ടോ. പണികൾ എളുപ്പത്തിൽ തീർക്കാനും വേണ്ടി പറ്റും. അപ്പം ഇന്ന് ഞാൻ ഈ മട്ടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞിപ്പോൾ ഞാൻ മട്ടൻ കറി ഉണ്ടാക്കുന്നതാണ്. അപ്പം എൻ്റെ പുതിയ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പം ഇനിയിപ്പം ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പുറത്ത് പോകുന്നതെല്ലാം ഉണ്ട്. നമ്മൾ തണുപ്പിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ രാത്രി അങ്ങനെ പുറത്തിറങ്ങാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടെൻറ്റിലും അങ്ങനെയെല്ലാം താമസിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിൻ്റെ കൂടെ ആയിട്ട് പോകാനാണെന്നുള്ള പ്ലാന്. പിന്നെ ഇന്ന് തന്നെ എനിക്ക് വേറൊരു ബീഫിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടത്തിൻ്റെ മോള് കസാഖിസ്ഥാനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന് അപ്പോൾ ഓളെ ഫ്രണ്ടിൻ്റെ കൈമേ ഇത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഈ പത്തിരെല്ലാം ഒന്ന് തണിയാൻ വേണ്ടിയിട്ടെല്ലാം വെച്ച് ഇതേപോലെ ഫോയിലെല്ലാം ചുറ്റി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ബീഫും പിന്നെ കുറച്ച് ചോക്ലേറ്റും പിന്നെ ഒക്കെ എൻ്റെ വകയായിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സും പർദ്ദയും അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇന്നറായിട്ട് ഇരുന്ന സംഭവം ഇതെടുക്കട്ടെ. ഇതും ആ പാവാടിയും പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടു കൊടുത്തിട്ടാ. എന്നിട്ട് അമ്മ നേരെ പോയത് പിന്നെ റാസൽ ഗെയിമിലേക്കാണ് കേട്ടോ. അവിടെ ഇതേപോലെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും വന്നിരുന്നു കേട്ടോ. മഴ വന്നപ്പം തന്നെ എല്ലാവരും എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവച്ചിട്ടാ. അപ്പം എല്ലാവരും വണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്നു കുറച്ച് ടൈം. പിന്നെ മഴ കുറഞ്ഞു.
ഉമ്മ മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തടുത്ത് ടെൻറ്റ് എല്ലാം ആക്കിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഓരോരാൾ ഓരോരു ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മട്ടൻ കറിയാണ് കൊണ്ടുപോയിട്ടുണ്ടായത്. അപ്പം വണ്ടീൻ്റെ ഉള്ളിൽ ലൈറ്റും പിന്നെ മറ്റേ ഡാൻസ് പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഡാൻസെല്ലാം കളിക്കുന്നതാണ്. അപ്പോൾ രാവിലെ ആയിട്ട് ആയിഷു നല്ല ഉറക്കത്തിലാണ്. നമ്മൾ രാത്രി ആകെ സ്റ്റേ ചെയ്തത് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം സൺറൈസ് കാണാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സൺറൈസ് അങ്ങനെ ഇതേപോലെ അത് കണ്ടിട്ടില്ല, കറക്റ്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതണ്ട ഇതേപോലെ ഓരോരാൾ ടെൻറ്റ് ഇങ്ങനെ ഇട്ടത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി പോട്ടെ. ഇതുണ്ടോ ഈ ഒരു സ്ഥലത്തല്ലേ ഇതേപോലെ ടെൻറ്റെല്ലാം ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ ധൈര്യം, എന്നാലും എനിക്ക് കാണുമ്പോൾ പേടിയാന്ന് കേട്ടോ. ഇത് മൊത്തം ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഒരാൾ ഡാൻസ് കളിക്കുകയും ടെൻറ്റ് ഇട്ടിട്ടെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടോ നമ്മൊരു 8 മണിയാകുമ്പോൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ റാസൽ ഖൈമ മലൻ്റെ എല്ലാ ഒരു വ്യൂ നല്ല അടിപൊളി കേട്ടോ. രാവിലെ ഇതേപോലെ ചെറുങ്ങനെ ഒരു മഴച്ചാറ്റലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മണ്ണെല്ലാം മൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി വ്യൂ.